പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച പകലിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യാ വദൂദ് യാ അല്ലാ എന്ന ഇസ്മാണ്. ഇത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പലപ്പോഴായി ഈ ഇസ്മു പറഞ്ഞിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചു, ഉസ്താദ് യാ വദൂദ് യാ അല്ലാ എന്ന ആ ഒരു ഇസ്മിൻ്റെ അർത്ഥം എന്താണ്, അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ്, അത് എത്ര തവണയാണ് പറയേണ്ടത്, ഏതൊക്കെ സമയത്ത് ഞങ്ങൾക്ക് ആ ഇസ്മു പറയാം, പലരും ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസമായ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അവസാനം വരെ കാണാൻ നിങ്ങളാരും മറന്നു പോവണ്ട, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്രതകളേറെ നിറഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച പകലിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലും ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും നിന്റെ പൊരുത്തത്തിലാക്കി അനുഗ്രഹിക്കണേ അല്ലാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നമ്മളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. മുസ്ലിം സമുദായത്തിന്, പ്രത്യേകിച്ച് ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ സമുദായമായ നമുക്ക് മാത്രം അല്ലാഹു തആല സ്പെഷ്യലായി തന്നിട്ടുള്ള ഒരു ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം. ഈ വെള്ളിയാഴ്ച ദിവസമാണ് മഹാനായ ആദൻ നബി അല്ലാഹു തആല സൃഷ്ടിച്ചത്. ആദൻ നബിയെ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കിയത്, ആദൻ നബി അലൈഹിസ്സലാം വഫാത്തായത്, അതുപോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് നടന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് എന്നാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തെ പറ്റി മഹത്തുക്കൾ എന്തിന് ഹദീസിൽ പോലും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മആശറ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. മആശറ, ഈ ഖത്തീബ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച മുഅദ്ദിൻ ഉസ്താദ് ആ വാള് കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. വല്ലാത്ത സംസാരമാണത് അല്ലേ. അതിൽ പറയുന്നു, അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ അല്ലേ, അൽ ജുമഅത്തു തഖൂമ മഖാമ റകഅതൈനി മിനൽ ഫർദ് എന്ന് തുടങ്ങി ആ മആശറ പറയും. അതായത് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അത് പാവപ്പെട്ടവൻ്റെ ഹജ്ജാണ്, മുഅ്മിനീങ്ങളുടെ പെരുന്നാൾ ദിവസമാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഖുതുബ തുടങ്ങാൻ പോകുന്നു, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണേ എന്നാണ് ആ മആശറ പറയുന്നതിൻ്റെ. ഉറങ്ങുന്നവരെയൊക്കെ അല്ലെങ്കിൽ അശ്രദ്ധമായിരിക്കുന്നവരെയൊക്കെ ഉണർത്താൻ വേണ്ടിയാണ് ആ മആശറ പറയുന്നത് പള്ളികളിലൊക്കെ. അൽഹംദുലില്ലാഹ് ഖൈർ. പറഞ്ഞു വന്നത്, വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം നമുക്ക് പെരുന്നാൾ പോലെ, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അൽഹംദുലില്ലാഹ് നബിദിനവും അതുപോലെ തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനവും ഒരൊറ്റ ദിവസമായിരുന്നു അല്ലേ. നമ്മൾക്ക് വലിയ സന്തോഷത്തിലായിരുന്നു. അന്നത്തെ ദിവസം സുബഹിക്ക് മുമ്പ് മൗലൂദ് നടന്നു, സുബഹിക്ക് ശേഷമൊക്കെ മൗലൂദ് നടന്നു, പല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, വളരെ റാഹത്തായിരുന്നു അൽഹംദുലില്ലാഹ്. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് റബീഉൽ അവ്വലിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. നമുക്ക് ആദ്യം തന്നെ തൗബയുടെ ആ ഒരു ബൈത്ത് നമുക്കറിയാം, ഒരു 4 വരി ബൈത്ത് നമുക്കൊരു 3 വട്ടം വേഗം പറഞ്ഞാലോ. അല്ലാഹു തആല ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. പറഞ്ഞു, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. ഇതൊരു തൗബയുടെ വാക്കാണ് കേട്ടോ. ഇലാഹി അല്ലാഹുവേ ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, സ്വർഗത്തിൻ്റെ അഹലുകാരാവാനുള്ള ഒരു യോഗ്യതയൊന്നും എനിക്കില്ല അല്ലാ. പക്ഷേ എന്ന് വെച്ച് നരകത്തിൽ കടക്കാൻ എനിക്ക് ശക്തിയില്ല അല്ലാ. നിന്റെ ഓശാരമായി നീ എനിക്ക് തൗബ തരണേ അല്ലാ, എൻ്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, സ്വർഗം തരണേ റബ്ബേ എന്നുള്ള ആ പുണ്യമായ ഒരു ബൈത്ത് പറഞ്ഞു. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. അല്ലാഹു സ്വീകരിക്കട്ടെ.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട അതിപ്രധാനമുള്ള ചെറിയ ഒരു ഇസ്മാണ്. ഏതാണ് ആ ഇസ്മ? യാ വദൂദു യാ അല്ലാ എന്ന ഇസ്മാണ്. അതായത് അള്ളാഹുവിന് 99 പേരുണ്ട്, അസ്മാഉൽ ഹുസ്ന അല്ലേ? ആ അസ്മാഉൽ ഹുസ്നയിലെ 48ാമത്തെ ഇസ്മാണ് യാ വദൂദു യാ അല്ലാ എന്ന ഇസ്മ. ആ ഇസ്മ ഇൻഷാ അല്ലാഹ് അതിൻ്റെ നേട്ടങ്ങളൊക്കെ നമുക്ക് ഇന്നൊന്ന് പഠിച്ചാലോ അല്ലേ? യാ വദൂദു യാ അല്ലാ എന്ന ഇസ്മിൻ്റെ അർത്ഥം എന്താണ്? പടപ്പുകളെ, സൃഷ്ടികളെ ഒരുപാട് കണ്ട് ഇഷ്ടം വെക്കുന്നവനായ അല്ലാ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഇപ്പം ഞാൻ തന്നെ നമ്മുടെ ഈ ചാനലൊക്കെ തുടങ്ങിയിട്ട് എത്രയോ ഇസ്മുകൾ പറഞ്ഞു അല്ലേ? എത്രയോ ഇസ്മുകളുടെ നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 10-20ഓളം ഇസ്മുകളും അതിൻ്റെ നേട്ടങ്ങളും വിശദീകരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പലരൊക്കെ പറയാറുണ്ട്, ഉസ്താദെ പണ്ടൊക്കെ ഞങ്ങൾ ഇസ്മുകളൊക്കെ ഏറ്റു ചൊല്ലുമായിരുന്നു, ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ സ്ഥിരമായി പറയാം. ഇപ്പം അതൊന്നും ഇല്ല. കാരണം എന്താണ്? അതൊന്നും ചൊല്ലിയിട്ട് വലിയ കാര്യമില്ല. എങ്ങനെ? അതൊന്നും വലിയ ചൊല്ലിയിട്ട് കാര്യമില്ല. അതുപോലെ ദിക്റും ഒക്കെ സ്വലാത്തൊക്കെ ചൊല്ലുമായിരുന്നു, അതൊക്കെ പണ്ട്. ഇപ്പോൾ അതൊന്നും ചൊല്ലിയിട്ട് വലിയ കാര്യമില്ല, നമുക്ക് പൈസ കിട്ടണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം, അല്ലാതെ ദിക്റും സ്വലാത്തും കൊണ്ടൊന്നും നടക്കൂല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. വളരെ കഷ്ടമാണത്. കാരണം എന്താ ഞാൻ പറയട്ടെ, നമ്മൾ ഈ ഇസ്മു ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇസ്മു, ഇന്നലെ നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞു, നാളത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരുപാട് നമുക്ക് നിത്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ മാറാനും പ്രയാസങ്ങൾ മാറാനെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ വകയായിട്ട് പറയുന്നതല്ല, മഹത്തുക്കളായ ഉലമാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു മാത്രം. പിന്നെ നമ്മൾ ഫർദായ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് മടിയാൻ, അതൊന്നും ചെയ്യൂല. ഫർദ് നിസ്കരിക്കൂല, സുബഹിയില്ലാതെ കിടന്നുറങ്ങും. പാതിരാത്രി വന്ന് കിടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സുബഹി ഖളാ ആക്കിയിട്ട് കിടന്നുറങ്ങുന്നു. എന്നിട്ട് ളുഹറില്ല, അസറില്ല, ഫർദായ നിസ്കാരങ്ങളില്ല, റമളാൻ നോമ്പൊക്കെ തോന്നിയതുപോലെ പിടിക്കുന്നു, ഖുർആൻ ഓതുന്നില്ല, ദുആ ചെയ്യുന്നില്ല. ഇതൊന്നും ചെയ്യാതെ കുറച്ച് ഇസ്മു മാത്രം അവിടെ ഇവിടെയൊക്കെ ഓതിയിട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാൽ ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയത് അത്ഭുതമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ എൻ്റെ നഫ്സിനോടും പിന്നെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ചില കാര്യമാണ്. നമ്മൾ ഫർദായ കാര്യങ്ങൾ പരമാവധി ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ നമസ്കാരം കൃത്യമാക്കുക, സുന്നത്തായ നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ നോമ്പ് പറ്റുന്നതുപോലെ പിടിക്കുക, മറ്റുള്ളവരോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറുക. അങ്ങനെയൊക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഈ ഇസ്മുകളൊക്കെ. അല്ലാതെ വെറുതെ കുറേ ഇസ്മു അങ്ങോട്ട് പറഞ്ഞിട്ട് ഇപ്പം തന്നെ നേടിയെടുക്കും, ഇപ്പം തന്നെ ശരിയാക്കി എടുക്കും എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ആദ്യം അല്ലാഹു തആല നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അതാദ്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇന്ന് പഠിക്കാൻ പോകുന്ന യാ വദൂദു യാ അല്ലാ, യാ വദൂദു യാ അല്ലാ, യാ വദൂദു യാ വദൂദു യാ വദൂദു അങ്ങനെ പറയാം. അല്ലെങ്കിൽ യാ വദൂദു യാ അല്ലാ, യാ വദൂദു യാ അല്ലാ, യാ വദൂദു യാ അല്ലാ ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ യാ വദൂദു ജല്ല ജലാലു, യാ വദൂദു ജല്ല ജലാലു, യാ വദൂദു ജല്ല ജലാലു ഇങ്ങനെ ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് പറയാം. ഈ ഇസ്മിൻ്റെ അർത്ഥം പറഞ്ഞല്ലോ, സൃഷ്ടികളായ നമ്മെ ഒരുപാട് ഇഷ്ടം വെക്കുന്ന അല്ലാഹുവേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് പ്രധാനമായും മഹത്തുക്കൾ പറയുന്നത് നമ്മുടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറാൻ വേണ്ടിയുള്ള ഒരു ഇസ്മാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഇഷ്ടമുണ്ടാവാൻ, ഭർത്താവിന് ഭാര്യയോട് ഇഷ്ടമുണ്ടാവാൻ, അതുപോലെ സ്നേഹമുണ്ടാവാൻ. ഇന്നിപ്പോൾ ഒരുപാട് സംശയരോഗങ്ങളൊക്കെ വന്നു തുടങ്ങിയ ഒരു കാലമാണ്. സംശയരോഗങ്ങൾ ഇല്ലാതാവാൻ, അതുപോലെ ചീത്ത ബന്ധങ്ങളിൽ നിന്നും മാറിപ്പോവാൻ, മക്കൾ തമ്മിൽ സ്നേഹമുണ്ടാവാൻ, അതുപോലെ ചീത്ത മനസ്സിലുള്ള മോശപ്പെട്ട ചിന്തകൾ മാറാൻ, സഹോദരന്മാർ തമ്മിൽ പ്രശ്നമാണ് അല്ലേ? എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സഹോദരന് 2 പെൺകുട്ടികളാണ്, രണ്ടൊരു 18-20 വയസ്സ് അത്രേ ഉള്ളൂന്ന് തോന്നുന്നു, പക്ഷെ രണ്ടുപേരും ഭയങ്കര വഴക്കാണെന്നാണ്. സാധാരണ നമ്മൾ കുട്ടികൾ തമ്മിൽ ഭയങ്കര വഴക്കാന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ അത് ചെറിയ തമാശക്കല്ല, അത് വളർന്ന് വലുതാവുമ്പോൾ ശരിയായിക്കൊള്ളും. പക്ഷേ ഇതിപ്പോൾ 18-20 വയസ്സല്ല, ഭയങ്കര വാശിയും ഭയങ്കര മോശവാക്കുകൾ പറയലും ഭയങ്കര പ്രശ്നമാണ് കുടുംബത്തിൽ. അപ്പോൾ അവരെ കൊണ്ടാവും മാതാപിതാക്കൾ ഭയങ്കര സങ്കടത്തിന്. അപ്പോൾ ഞാൻ ഈ ഇസ്മു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം ചൊല്ലി തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല അവരുടെ കുട്ടികളെയും നമ്മുടെ മക്കളെയൊക്കെ ഖൈറിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ നന്മയും അല്ലാഹു തആല തരുമാറാവട്ടെ. ആമീൻ. അപ്പോൾ സ്വഭാവ ദൂഷ്യം, ഭർത്താവിൻ്റെ, ഭാര്യയുടെ, മക്കളുടെ, പേരക്കുട്ടികളുടെയൊക്കെ സ്വഭാവ ദൂഷ്യങ്ങൾ മാറാൻ പറ്റിയ ഒരു ഇസ്മാണ് ഈ ഒരു യാ വദൂദ് യാ അല്ലാ എന്ന ഇസ്മു. പ്രത്യേകിച്ച് നല്ല സ്വഭാവമുള്ള മക്കളെ കിട്ടാൻ വേണ്ടി ഗർഭിണികളായ സഹോദരന്മാരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളിലോ പേരക്കുട്ടികളിലോ അല്ലെങ്കിൽ നമ്മുടെ മരുമക്കളിലോ ഗർഭിണികളായ ആളുകളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക ഈ ഒരു ഇസ്മ സ്ഥിരമായി ചൊല്ലാൻ. ഈ ഒരു ഇസ്മ 101 തവണയാണ് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു ആദത്. പല ഇസ്മുകൾക്കും പല ആദത്തുണ്ട്. 101 പ്രാവശ്യം ഈ ഇസ്മ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലി തുടങ്ങിക്കോ. ഒരുപാട് ചൊല്ലിയിട്ട് നമുക്ക് 101 എത്ര വേണമെങ്കിലും ചൊല്ലാം. ചൊല്ലിയിട്ട് അള്ളാഹിനോട് നല്ലവണ്ണം ദുആ ചെയ്യണം. പടച്ചോനെ
സ്നേഹമുള്ള ഒരു കുട്ടിയെ തരണം. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു കുട്ടിയെ തരണേ എന്ന് നല്ലവണ്ണം ദുആ ചെയ്യണം. സ്വഭാവം നന്നാവാൻ ഈ ഒരു ഇസ്മ മതി. അതുപോലെ തന്നെ ഈ ഇസ്മ 1000 പ്രാവശ്യം ഒരു മനുഷ്യൻ ചൊല്ലിയിട്ട് അവൻ ദുആ ചെയ്താൽ അള്ളാഹു അവൻ്റെ ദുആ സ്വീകരിക്കും. മാത്രമല്ല ഈ കൂട്ടുകാർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സഹോദരന്മാർ തമ്മിൽ വൈരാഗ്യം, അല്ലെങ്കിൽ എന്താണ്, മക്കൾ തമ്മിൽ വൈരാഗ്യം, ഭാര്യ ഭർത്താവ് തമ്മിൽ വൈരാഗ്യം, ഈ വൈരാഗ്യം മാറാൻ, മനക്കരുത്തുണ്ടാവാൻ, നമുക്കൊരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ ഒരു ഉഷാറില്ല, ഒരു മനക്കരുത്തില്ലെങ്കിൽ മനക്കരുത്തുണ്ടാവാൻ, നമുക്ക് അഭിമാനം, ഇസ്സത്തുണ്ടാവാൻ, പ്രതാപമുണ്ടാവാൻ, പ്രയാസങ്ങൾ മാറാൻ, കച്ചവടത്തിൽ ശ്രദ്ധ കിട്ടാൻ, പിണക്കങ്ങൾ മാറാൻ, ഇങ്ങനെ ഒരുപാട് അനവധി പ്രതിഫലങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു ഇസ്മാണ് യാ വദൂദ് യാ അല്ലാ എന്ന ഇസ്മ. എല്ലാ ദിവസവും 101 വട്ടം അല്ലെങ്കിൽ 1000 പ്രാവശ്യം അല്ലെങ്കിൽ 600 വട്ടം, പല എണ്ണവും പല അതതുകളും മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇത് 600 വട്ടം ഒരു ദിവസം ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് അത് കുടിക്കുകയും തൻ്റെ ഇണകൾക്കോ തൻ്റെ മക്കൾക്കോ കൊടുക്കുകയും ചെയ്താൽ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമുണ്ടാകുമെന്നാണ്. അപ്പോൾ ഈ ഇസ്മ ഇൻഷാ അല്ലാഹ് പരമാവധി അധികരിപ്പിക്കുക. യാ വദൂദ് യാ അല്ലാ എന്ന ഇസ്മ. എല്ലാ നമസ്കാരത്തിന് ശേഷം 100 വട്ടം യാ വദൂദ് യാ അല്ലാ എന്ന ഇസ്മ പറഞ്ഞാൽ അവൻ്റെ ദുനിയാവും ആഖിറവും അല്ലാഹു തആല ഖൈറിൻ്റെ ബാബുകളൊക്കെ തുറന്നു കൊടുക്കും. എല്ലാ നന്മയും അല്ലാഹു തആല അവനിക്ക് എത്തിച്ചു കൊടുക്കുമെന്നൊക്കെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ യാ വദൂദ് യാ അല്ലാ എന്ന ഇസ്മുണ്ടല്ലോ, അത് നമ്മൾ എപ്പോൾ പറഞ്ഞാലും അതിനുശേഷം ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ വാചകമുണ്ട്. യാ വദൂദ് യാ വദൂദ് യാ ദൽ അർശിൽ മജീദ് യാ ഫഅാലുൽ ലിമാ തുരീദ് എന്ന് പറയൽ പ്രത്യേകം നല്ലതാണെന്ന് ഒരുപാട് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. എന്താ പറയേണ്ടത്? ഈ ഇസ്മ നമ്മൾ ഒരു 100 വട്ടം ചൊല്ലുക. നമ്മൾ ഒരു 100 വട്ടമോ അല്ലെങ്കിൽ 600 വട്ടമോ 1000 വട്ടമോ നമ്മൾ ചൊല്ലാൻ നിയ്യത്താക്കി, എന്നിട്ട് നമ്മളിങ്ങനെ പറയുക യാ വദൂദ് യാ അല്ലാഹ് യാ വദൂദ് യാ അല്ലാഹ് യാ വദൂദ് യാ അല്ലാഹ് യാ വദൂദ് യാ അല്ലാഹ്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് അവസാനം നമ്മൾ എണ്ണം പൂർത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ദുആ, ഇതൊരു ദുആയാണ്, ഈ ഒരു പുണ്യമായ വാചകം പറയുക. എന്താണത്? യാ വദൂദു യാ വദൂദു യാ ദൽ അർശിൽ മജീദ് യാ ഫഅാലുൽ ലിമാ തുരീദ് യാ വദൂദു യാ വദൂദു യാ ദൽ അർശിൽ മജീദ് യാ ഫഅാലുൽ ലിമാ തുരീദ്. ഈ വാചകം നമ്മൾ ആവർത്തിച്ച് പറയുക. അത് വലിയ ഖൈറാൻ. അപ്പോൾ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ എന്താണ് ഈ ഒരു ഇസ്മ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും, പിണക്കങ്ങളെ തൊട്ടും വൈരാഗ്യത്തെ തൊട്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കുക. സൂറത്തുൽ കഹ്ഫിൻ്റെ കാര്യം വിട്ടുപോകണ്ട. നല്ലവണ്ണം ദുആ ചെയ്യുക, നല്ലവണ്ണം ദുആ ചെയ്യുക. നമ്മുടെ 5 ദുആ നമ്മൾ സ്ഥിരമായി പറയുന്നൊരു ദുആ ഉണ്ടല്ലോ, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതുപോലെ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അഞ്ചാമത്തെ ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അപ്പോൾ ഈ 5 ദുആയും നമ്മൾ എല്ലാ ദുആകളിലും ഉൾപ്പെടുത്താൻ വിട്ടുപോകണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിച്ച ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പറഞ്ഞ് എനിക്കും കേട്ട് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. നല്ലവണ്ണം സ്വലാത്തുകളൊക്കെ പറയുക. പിന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതാൻ പറ്റുന്നവർ ഓതുക, സിയാറത്ത് ചെയ്യാൻ പറ്റുന്നവർ സിയാറത്ത് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ച് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ഷർറ്, ബല, മുസീബത്ത്, ആപത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ട് റബ്ബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ എല്ലാ മുറാദുകളും അല്ലാഹു തആല ഈ ദിവസത്തിൻ്റെ നമ്മൾ ഇന്ന് പഠിച്ച ഇസ്മിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ. എല്ലാ ഖൈറും അല്ലാഹു തആല തരട്ടെ. എല്ലാ ഷർറിനെ തൊട്ടും അല്ലാഹു കാക്കുമാറാവട്ടെ. ആമീൻ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കട്ടെ. പ്രയാസ പ്രതിസന്ധികൾ അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.